നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെ പ്രക്ഷോഭം ശക്തം. സംയുക്ത ജനകീയ കൂട്ടായ്മ ചെർക്കളയിൽ നടത്തിയ ബഹുജന സമര സംഗമത്തിൽ വൻ പ്രതിഷേധമുയർന്നു. കാസർഗോഡ് കീഴൂർ കടപ്പുറത്ത് നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ മുഹമ്മദ് റിയാസിനായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ് വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികൾ അറസ്റ്റിൽ. കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബറിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടിക്കുളം പള്ളിക്കര മിനി ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കാവശ്യമായ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് കാസർകോട്ടെ ലക്ഷ്മീശ ആചാര്യ. തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത 25ഓളം വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ബസ് ഡ്രൈവറെ അകാരണമായി പുറത്താക്കിയതിനെതിരെ മാതാവിനെ കൂട്ടി ഉപവാസ സമരവുമായി യുവാവ്. വാർത്തകൾ വിശദമായി. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെ പ്രക്ഷോഭം ശക്തം. സംയുക്ത ജനകീയ കൂട്ടായ്മ ചെർക്കളയിൽ നടത്തിയ ബഹുജന സമര സംഗമത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രദേശവാസികളുടെ ദുരിതമകറ്റുവാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയുയർത്തിയും ഗതാഗത സംവിധാനം ഒരുക്കാതെയും നടത്തുന്ന അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെ സംയുക്ത ജനകീയ കൂട്ടായ്മ സമരസംഗമം നടത്തി. ചെർക്കള ടൗണിലെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും വർക്കിംഗ് ഡ്രോയിംഗ് പരസ്യപ്പെടുത്തുക, സമരസമിതിക്ക് മാസ്റ്റർ പ്ലാനും DPRും അനുവദിക്കുക, നിർദ്ദിഷ്ട ഫ്ലൈ ഓവർ ബ്രിഡ്ജുകൾ ഉയരത്തിൽ സ്ഥാപിക്കുക, ചെർക്കള കല്ലടുക്ക റോഡ് ഫ്ലൈ ഓവറിന്റെ തൂണുകൾ 500 മീറ്റർ നീളത്തിൽ സ്ഥാപിക്കുക, ചെർക്കള ടൗണിൽ അശാസ്ത്രീയമായി സ്ഥാപിച്ച ഡ്രൈനേജ് വലുതാക്കി പുനഃസ്ഥാപിക്കുക, ചെർക്കള ടൗണിന്റെ ഭൂമി ഉപരിതലം അതേപടി നിലനിർത്തുക, ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഇരുവശവും സർവീസ് റോഡ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരസംഗമം നടത്തിയത്. NA നെല്ലിക്കുന്ന് MLA സമരസംഗമം ഉദ്ഘാടനം ചെയ്തു. ചെർക്കളയിലെ നമ്മുടെ സഹോദരന്മാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒരിക്കലും ഇതുവരെ വികസനത്തിന് എതിര് നിന്നിട്ടില്ല. വികസനത്തിന് നേരെ മുഖം പുറംതിരിഞ്ഞു നിന്നിട്ടില്ല ഈ ചെർക്കളയിലെ ആളുകൾ. ഈ ചെർക്കളയിൽ കാണുന്ന റോഡുകളും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കാണുന്ന റോഡുകളൊക്കെ ഉണ്ടായത് ചെർക്കളയിലെ സഹോദരന്മാരുടെ മഹാമനസ്കത കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഒരുപാട് വിട്ടുവീഴ്ചകൾ. CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. സമരസമിതി ചെയർമാൻ മൂസാബി ചെർക്കള സ്വാഗതം പറഞ്ഞു. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, CPM ഏരിയ സെക്രട്ടറി ഹനീഫ പാണലം, നാസർ ചെർക്കള തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന റോഡുകൾ സർവീസ് റോഡുമായി ബന്ധപ്പെടുത്തുക, ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് റിട്ടൈൻ വാൾ സ്ഥാപിക്കുക, VK പാറയിലും മറ്റും അപകടാവസ്ഥയിൽ കിടക്കുന്ന വീടുകൾ സർക്കാർ ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുക, കുണ്ടടുക്കയിൽ താറുമാറാക്കിയ പുരയിടങ്ങളും കൃഷിസ്ഥലങ്ങളും പൂർവ്വസ്ഥിതിയിലാക്കുക, തെക്കിലും ബേവിഞ്ചയിലും അണ്ടർപാസ് അനുവദിക്കുക, ഇന്ദിരാനഗറിലും ചെർക്കള മാപ്പിള സ്കൂളിന് സമീപവും ചെർക്കള FHCക്ക് മുന്നിലും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരസമിതി ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കീഴൂർ കടപ്പുറത്ത് നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ മുഹമ്മദ് റിയാസിനായുള്ള തിരച്ചിൽ ഊർജിതം. നാവികസേന, സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ തിരച്ചിലിനായി രംഗത്തുണ്ട്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കോസ്റ്റ് ഗാർഡിന്റെ ടീമെത്തി ഏരിയൽ സെർച്ചും നടത്തി. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് നിന്നും കാണാതായ കല്ലുവളപ്പിലെ പ്രവാസി മുഹമ്മദ് റിയാസിനെ 6 ദിവസമായിട്ടും കണ്ടെത്താനായില്ല. യുവാവിനെ കണ്ടെത്തുന്നതിനായി നാവികസേന, സ്കൂബ ഡൈവിംഗ് ടീമിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ തിരച്ചിലാണ് നടക്കുന്നത്. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ തെരച്ചിൽ ഏകോപനത്തിന് നേതൃത്വം നൽകുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കോസ്റ്റ് ഗാർഡിന്റെ ടീമെത്തി ഏരിയൽ സെർച്ചും നടത്തി. കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് ഏഴിമല മുതൽ തലശ്ശേരി വരെയും ഏഴിമല മുതൽ കീഴൂർ വരെയും തെരച്ചിൽ നടത്തിയിരുന്നു. ഓരോയിടത്തുമുള്ള ബോട്ടുകളിലേക്കും മത്സ്യത്തൊഴിലാളികൾക്കും വയർലെസ് വഴി നിർദ്ദേശം നൽകി. വിപുലമായ രീതിയിലായിരുന്നു ഫിഷറീസ് പെട്രോൾ ടീമിന്റെ തിരച്ചിൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരും തീരദേശ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് ചന്ദ്രഗിരി പുഴയിലും കടലോരങ്ങളിലുമായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ബേപ്പൂർ കോസ്റ്റൽ ഗാർഡ് MRSCയുടെ ഡോർണിയർ വിമാനമെത്തിയും തെരച്ചിൽ നടത്തിയിരുന്നു. ഷിരൂരിൽ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തിയ ഈശ്വർ മൽപ്പയെ കീഴൂരിലെത്തിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ മുതലാണ് ചെമ്മനാട് 2ാം വാർഡ് കല്ലുവളപ്പിലെ പ്രവാസി യുവാവ്
കെ മുഹമ്മദ് റിയാസിനെ കീഴൂർ മത്സ്യബന്ധന തുറമുഖത്തു നിന്നും കാണാതായത്. തുറമുഖത്തിനടുത്ത് റിയാസിന്റെ സ്കൂട്ടറും ചൂണ്ടയിടുന്ന സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു. ചൂണ്ടയിടുന്നതിനിടെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. മുഹമ്മദ് റിയാസ് അപകടത്തിൽപ്പെട്ട കീഴൂർ കടപ്പുറത്ത് രാജ്മോഹനെത്താൻ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് മുഹമ്മദ് റിയാസിന്റെ ചെമ്മനാട്ട് വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി അറിയിക്കുകയും ചെയ്തു. മുഹമ്മദ് റിയാസിന്റെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ അടിയന്തര നടപടികൾക്കായി MP കേന്ദ്രമന്ത്രിമാർക്കും NDRF ഡയറക്ടർ ജനറലിനും കത്ത് നൽകിയിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ, KV അബ്ദുൽ ഖാദർ, TD ഖബീർ, നോയൽ ടോമൻ ജോസഫ്, അൻവർ മാങ്ങാട് തുടങ്ങിയവർ MPയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികൾ അറസ്റ്റിൽ. ഇവരെ വീട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കയ്യാറിൽ താമസക്കാരും പത്തനംതിട്ട സ്വദേശികളുമായ ബ്ലസ്സി, ജാൻസി എന്നിവരാണ് പിടിയിലായത്. വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികളെ വീട്ടുകാർ പിടികൂടി പോലീസിനു കൈമാറി. പ്രതികളെ പിന്നീട് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്യാറിൽ താമസക്കാരും പത്തനംതിട്ട സ്വദേശികളുമായ ബ്ലസ്സി, ജാൻസി എന്നിവരാണ് പിടിയിലായത്. കുബണൂർ BC റോഡിലെ റഹ്മത്ത് മൻസിലിൽ നിന്ന് ഐഫോൺ, 3.25 പവൻ സ്വർണം, സ്മാർട്ട് വാച്ച് എന്നിവ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കയ്യാറിൽ താമസിച്ച് വീടുകളിലെത്തി ക്ലീനിംഗ് ജോലി ചെയ്തു വരുന്നവരാണ് ബ്ലസ്സിയും ജാൻസിയും. 1 മാസം മുമ്പാണ് ഇരുവരും കുബണൂറിലെ സൈനുദ്ദീന്റെ വീട്ടിൽ ആദ്യമായി ക്ലീനിംഗ് ജോലിക്കെത്തിയത്. അന്നാണ് ഐഫോൺ മോഷണം പോയത്. മറ്റെവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കുമെന്ന് കരുതി അന്ന് പരാതി നൽകിയിരുന്നില്ല. ഓഗസ്റ്റ് 24, 25 തീയതികളിലും ഇരുവരും വീണ്ടും വീട്ടുജോലിക്കെത്തി. അന്നാണ് കിടപ്പുമുറിയിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3.25 പവൻ സ്വർണവും മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും മോഷണം പോയത്. ജോലി കഴിഞ്ഞ് ഇവർ തിരികെ പോയതിനു ശേഷമാണ് ഇക്കാര്യം വ്യക്തമായത്. മോഷണം സംബന്ധിച്ച് സൈനുദ്ദീൻ പോലീസിൽ പരാതിയും നൽകി. മോഷണത്തിനു പിന്നിൽ ജോലിക്കായി എത്തിയവരാണെന്ന സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് ഇരുവരെയും ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു വരുത്തി. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളാണ് കവർച്ച നടത്തിയതെന്ന കാര്യം ഇരുവരും സമ്മതിച്ചത്. മോഷണം പോയ ഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബറിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടിക്കുളം പള്ളിക്കര മിനി ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. പ്രകടന ജാഥ ബേക്കൽ ശ്രീ കുറുമ്പ ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി ഉദുമ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ഉറപ്പ് നൽകിയ കോട്ടിക്കുളം ബേക്കൽ മിനി മത്സ്യബന്ധന തുറമുഖം ഇതുവരെയും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടിക്കുളം പള്ളിക്കര മിനി ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. പ്രതിഷേധ റാലി ബേക്കൽ ശ്രീ കുറുമ്പ ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി ഉദുമ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ഈ ബഹുജനമാർച്ച് ഉദുമ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗം ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി P. ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രശ്നവും ആവശ്യവും നിരന്തരമായി ഉന്നയിച്ചവർ നമ്മൾ ഇത് അടങ്ങിയിരുന്നാൽ ആരും എടുക്കില്ല. അടങ്ങിയിരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ തൽക്കാലം വേണ്ട മാറ്റിവെക്കാം. മാറ്റിവെക്കാൻ കഴിയുന്നത് മാറ്റിവെക്കലാണ് പലപ്പോഴും ചെയ്യുന്നത്. മാറ്റിവെക്കാൻ അവസരം കൊടുക്കാതെ ഈ ഹാർബർ നടപ്പിലാക്കുകയോ മറ്റുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട പ്രക്ഷോഭം നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾ ജാഗ്രത പറയുന്നില്ല. ആക്ഷൻ കമ്മിറ്റി വേണം, ഇടപെടൽ വേണം, നന്നായി ഇടപെടുന്നില്ല. ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് P. ലക്ഷ്മി മുഖ്യാതിഥിയായി. കോട്ടിക്കുളം കുറുമ്പ ക്ഷേത്ര പ്രസിഡന്റ് VR. സുരേന്ദ്രനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടിക്കുളം കുറുമ്പ ക്ഷേത്രത്തിലെ കണ്ണൻ കാരണവർ, ബേക്കൽ കുറുമ്പ ക്ഷേത്രത്തിലെ കണ്ണൻ കാരണവർ, പള്ളിക്കര പള്ളി വികാരി ഫാദർ ജോസ്, ബേക്കൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര സെക്രട്ടറി ഭാസ്കരൻ, വാർഡ് മെമ്പർമാരായ വിനയകുമാർ, ഷൈനിമോൾ, സുധാകരൻ ചിറമ്മൽ, ഹാരിസ് അങ്കക്കളരി, അബ്ദുള്ള സിംഗപ്പൂർ, ഉദുമ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VR. വിദ്യാസാഗർ, ഹാർബർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ V. പുരുഷോത്തമൻ, മത്സ്യവ്യവസായി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കോട്ടിക്കുളം കുറുമ്പ ക്ഷേത്ര ജനറൽ സെക്രട്ടറി TV. ഭാർഗവൻ സ്വാഗതവും ബേക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് അജയ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കാവശ്യമായ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കാസർഗോട്ടെ ലക്ഷ്മീഷ ആചാര്യ. തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത 25ഓളം വിഗ്രഹങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 30 വർഷത്തോളമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന ലക്ഷ്മീഷ ആചാര്യയുടെ വിഗ്രഹ നിർമ്മാണത്തിലെ മികവ് ഏറെ പ്രസിദ്ധമാണ്.
വിനായക ചതുർത്ഥി ദിനം അടുത്തതോടെ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കാസർഗോഡ് നെല്ലിക്കുന്നിലെ ലക്ഷ്മീഷ ആചാര്യ. പതിവ് പോലെ ശില്പി ലക്ഷ്മീഷ ആചാര്യയുടെ നേതൃത്വത്തിൽ വീട്ടുകാർ തന്നെയാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന ലക്ഷ്മീഷ ആചാര്യയുടെ വിഗ്രഹ നിർമ്മാണത്തിലെ മികവ് പ്രസിദ്ധമാണ്. തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത 25 വിഗ്രഹങ്ങളാണ് നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ലക്ഷ്മീഷ ആചാര്യയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നത്. സാർവദേശീയ ഗണേശോത്സവത്തിനായി 1.5 അടി മുതൽ 8 അടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. ഓട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കളിമണ്ണാണ് പ്രതിമകൾ നിർമ്മിക്കാൻ ലക്ഷ്മീഷ ആചാര്യ ഉപയോഗിക്കുന്നത്. വിഗ്രഹരൂപങ്ങളുടെ അവസാനവട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിലും കർണാടകയിലും അടക്കമുള്ള ഗണേശോത്സവ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള വിഗ്രഹമൊരുക്കി നൽകാറുള്ളത് ലക്ഷ്മീഷയാണ്. ഇത്തവണ കണ്ണൂർ, പയ്യന്നൂർ, മേൽപ്പറമ്പ്, തൃക്കണ്ണാട് ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലെ സാർവജനിക ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യാനുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്നത് ലക്ഷ്മീഷയുടെ കരവിരുതിലാണ്. കർണാടക കല്ലടുക്കയിൽ നിന്നാണ് വിഗ്രഹ നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് കൊണ്ടുവരുന്നത്. വീട്ടുകാർക്കു പുറമെ സഹോദരൻ യോഗീഷ് ആചാര്യ, സുധാകര, ജഗദീശ, കിരൺ, കലാഞ്ജലി, പൂർണ്ണപ്രജ്ഞ, വിശ്വനാഥൻ, രാജൻ, സുകേഷ് എന്നിവരും വിഗ്രഹ നിർമ്മാണത്തിനായി ലക്ഷ്മീഷയ്ക്കൊപ്പം സഹായത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തെ സംഘപരിവാറിന് മുഖ്യമന്ത്രി ഒറ്റുകൊടുക്കുന്നുവെന്നാരോപിച്ച് വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് NKP ഹസൻ ഉദ്ഘാടനം ചെയ്തു. PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തിയത്. വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രകടനം തങ്കയമുക്ക് ചുറ്റി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് NKP ഹസൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി T ഉമേഷ് അധ്യക്ഷത വഹിച്ചു. FITU സംസ്ഥാന സമിതി അംഗം CH മുത്തലിബ്, വെൽഫെയർ പാർട്ടി പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PK അഷ്റഫ്, VPU മുഹമ്മദ് കുഞ്ഞി, സലീം നവാസ്, അബ്ദുൾ സത്താർ വടക്കേക്കോവൽ, MTP മുസ്തഫ, SV അബ്ദുൾ കരീം, P അബ്ദുൾ ലത്തീഫ്, MKC തസ്ലീം, TMA ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ബസ് ഡ്രൈവറെ അകാരണമായി പുറത്താക്കിയതിനെതിരെ മാതാവിനെ കൂട്ടി ഉപവാസ സമരവുമായി യുവാവ്. കൊടിയമ്മ മൈങ്കൂടലിലെ അഹമ്മദ് നൌഫലും മാതാവ് കുഞ്ഞിപ്പാത്തുമ്മയുമാണ് സമരം നടത്തിയത്. കുമ്പള കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിന് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സിൽ കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു കൊടിയമ്മ മൈങ്കൂടലിലെ അഹമ്മദ് നൌഫൽ. സ്കൂൾ അധികൃതർ ഡ്രൈവർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സ്കൂളിന് മുന്നിൽ മാതാവ് കുഞ്ഞിപ്പാത്തുമ്മയെയും കൂട്ടി അഹമ്മദ് നൌഫൽ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ്സിൽ 2019 മുതൽ ഡ്രൈവറായി ജോലി ചെയ്ത് ബസ് പരിപാലിച്ചു വരികയാണെന്ന് നൌഫൽ പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശമ്പളമില്ലാതെയും കോവിഡ് കാലത്ത് തുച്ഛമായ ശമ്പളം കൊണ്ടും ഇക്കാലം അത്രയും സേവനം ചെയ്തു വരികയായിരുന്നുവെന്നും നൌഫൽ ആരോപിക്കുന്നു. PTA ഓരോ കുട്ടിയിൽ നിന്നും 700 രൂപ വീതം ഈടാക്കിയാണ് ഡീസൽ, ഡ്രൈവറുടെ ശമ്പളം, മറ്റ് അറ്റകുറ്റപ്രവൃത്തികളടക്കം നടത്തിവരുന്നത്. യാതൊരു കാരണവും മുന്നറിയിപ്പും കൂടാതെയാണ് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതെന്നാണ് നൌഫലിന്റെ ആരോപണം. ജൂൺ 18-ാം തീയതി എന്നെ ഒരു കാരണമില്ലാതെ പിരിച്ചുവിട്ടപ്പോൾ എനിക്ക് മാനസികമായിട്ടും വളരെ ടെൻഷനായ ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഞാൻ കോവിഡിൽ ശമ്പളം പോലും മേടിക്കാതെ 6000 ഉറുപ്പ്യ ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാവും, അതുപോലും മേടിക്കാതെ ഞാൻ വളരെ നല്ല രീതിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വാഹനം പോലെ ഞാൻ അതിനെ കൊണ്ടു നടന്ന ഒരു ഇതായതുകൊണ്ട് ഇവരെ ഒന്ന് മുന്നറിയിപ്പ് തരാതെ പിരിച്ചുവിട്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാനും എൻ്റെ ഉമ്മയും ഇന്ന് ഉപവാസ സമരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വന്നിട്ട് നിൽക്കുന്നുള്ളത്. എനിക്ക് എൻ്റെ ഈ നഷ്ടപ്പെട്ട ഇവർ കാരണമില്ലാതെ ജനങ്ങളെയും ഈ നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ എനിക്ക് ഒരു നിയമത്തിൻ്റെ വഴിക്ക് എനിക്ക് ഇതിനൊരു നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സമരം ചെയ്യുന്നുള്ളത്. സ്വന്തമായി വീട് പോലുമില്ലാത്ത രോഗിയായ ഉമ്മയും സഹോദരിയും കഴിഞ്ഞ 13 വർഷമായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത്. നാട്ടിലെ സ്കൂളായതിനാൽ രോഗിയായ ഉമ്മയെ പരിചരിച്ച് ജോലി ചെയ്യാൻ നല്ല സൗകര്യമായിരുന്നുവെന്നും നൌഫൽ പറയുന്നു. തനിക്ക് അർഹതപ്പെട്ട ഡ്രൈവർ സ്ഥാനം എത്രയും വേഗം നൽകണമെന്നും നൌഫൽ പറയുന്നു. നീതി ലഭ്യമായില്ലെങ്കിൽ DDE ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല സമരമിരിക്കുമെന്നും നൌഫൽ പറഞ്ഞു.
ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KGOA ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് BC റോഡ് പരിസരത്ത് നിന്നും ഇൻകം ടാക്സ് ഓഫീസ് പരിസരം വരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ ജില്ലയിലെ 4 ഏരിയകളിൽ നിന്നുള്ള ഗസറ്റഡ് ഓഫീസർമാർ അണിനിരന്നു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക, മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിനായി മുന്നേറുക, വർഗീയത ചെറുക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് BC റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഇൻകം ടാക്സ് ഓഫീസ് പരിസരം വരെ നടന്ന ജില്ലാ മാർച്ചിൽ ജില്ലയിലെ 4 ഏരിയകളിൽ നിന്നുള്ള ഗസറ്റഡ് ഓഫീസർമാർ ബാനറിന് കീഴിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AT ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ജനവിരുദ്ധ തൊഴിൽ വിരുദ്ധ കേന്ദ്ര നയങ്ങളെ എതിർക്കുക എന്നുള്ളത്. തൊഴിലാളി വിരുദ്ധതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ കർണാടകയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കാസർഗോഡുകാർക്ക് വൈകാരിക ബന്ധമുള്ള സ്ഥലം തന്നെയാണല്ലോ കർണാടക എന്ന് പറയുന്നത്. തൊഴിൽ നിയമം ഭേദഗതി ചെയ്തു. 29 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട ജനദ്രോഹ നടപടികൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം, ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് വന്നു. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാഘവൻ പാലായി സ്വാഗതം പറഞ്ഞു. FSETO ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ്, സുമ DL, PK ബാലകൃഷ്ണൻ, നഫീസത്ത് ഹംഷീന എന്നിവർ സംസാരിച്ചു. രമേശൻ കോളിക്കര, KP ഗംഗാധരൻ, വൈശാഖ് ബാലൻ, ആർജിത PV, TV വിനോദ്, C ബിജു, രാജീവൻ M, ജയചന്ദ്രൻ കാട്ടിപ്പാറ, രാജേഷ് കുമാർ MV, ലോഹിതാക്ഷൻ P, അനിത K, PC ജയരാജൻ, നാഗേഷ് K, ഡോക്ടർ സുമേഷ് C, ഡോക്ടർ വിക്രം കൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകാരത്തിൽ രൂപീകൃതമായ പടന്ന വിങ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് TKC എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. TKC എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. BCom ഫൈനാൻസ്, BCom കോർപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA ട്രാവൽ ആൻഡ് ടൂറിസം, BA ഇംഗ്ലീഷ് തുടങ്ങി 5 കോഴ്സുകളാണ് പ്രാഥമിക ഘട്ടത്തിൽ തുടക്കമിട്ടത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പടന്ന TKC എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. അയാൾ വായിക്കാനായില്ല, എഴുതാനായില്ല, ഒന്നും അറിയില്ല. ഏറ്റവും വലിയ കോളേജാണ് ജില്ലത് കാമരാജ് കോളേജ് നേരായി യൂണിവേഴ്സിറ്റിയിൽ. വിദ്യാഭ്യാസമാണ് ഉയർത്തിക്കൊണ്ടുക. അത് പഠിത്തം വേണം, വിദ്യാഭ്യാസം വേണം. അത് കോളേജിൽ പോയല്ല, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ ഉള്ളതും ഞങ്ങൾ കസ്റ്റമർ ചെയ്യാം. എല്ലാം നിങ്ങൾ നാട്ടിലൂടെ സേവനം ഉണ്ടാണെന്ന് മാത്രമേ പറഞ്ഞിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇന്നുകൊണ്ടിൻ്റെ പഠനത്തിൽ വളരെ അന്തസ്സായി ഈ നമ്മുടെ കോളേജിനെ കൊണ്ടുപോകണമെന്നാണ്. സൊസൈറ്റി സെക്രട്ടറി PV സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ T ശശിധരൻ, PV സാബിർ, സെക്രട്ടറി PV നുസൈറ, PKC റൌഫ് ഹാജി, PK കുഞ്ഞബ്ദുള്ള, AM ഷരീഫ് ഹാജി, TKM റഫീഖ്, A മോഹനൻ, K ബിന്ദു, TP സമീറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തെ സ്വകാര്യ ഗ്യാസ് ഏജൻസി നിയമം ലംഘിക്കുന്നതായി പരാതി. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്നുവെന്ന പരാതിയാണ് ഉപഭോക്താക്കൾ ഉയർത്തുന്നത്. സംഭവത്തിൽ റീജിയണൽ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി കത്തയച്ചു. മഞ്ചേശ്വരത്തെ സ്വകാര്യ ഗ്യാസ് ഏജൻസി ഗാർഹിക ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പാചകവാതക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായി പരാതി. വീടുകളിൽ എത്തിക്കേണ്ട പാചകവാതകം സ്റ്റോക്കില്ലെന്ന് പറഞ്ഞ് വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതായുള്ള പരാതിയാണ് ഉപഭോക്താക്കൾ ഉയർത്തുന്നത്. മഞ്ചേശ്വരത്തെ ചില ഹോട്ടലുകളിൽ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറുകൾ പരസ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ശരാശരി ഫീസ് ഈടാക്കി വീടുകളിൽ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നതിന് പകരം ഏജൻസി ഓഫീസിൽ നിന്ന് തന്നെ തൂക്കം നോക്കാതെയാണ് ഗ്യാസ് വിതരണം ചെയ്യുന്നതെന്നും ഉപഭോക്താക്കൾ ആരോപിക്കുന്നു. ഏജൻസികളുടെ ഈ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വ്യാപക പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം റീജിയണൽ ഓഫീസർക്ക് കത്തയച്ചതായി മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. ദിവസമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരും ദിവസം, അതേപോലെ തിരിച്ചു പോകും. ഇല്ല
ഭയങ്കര പ്രോബ്ലമാണ്. എന്തായാലും ഗ്യാസ് കിട്ടാൻ ലൈൻ നിന്നിട്ട് ഇതാക്കിയിട്ട് അതും കിട്ടുന്നില്ല ഗ്യാസ്. പിന്നെ ഭയങ്കര പ്രശ്നമായിട്ട് പിന്നെ പല്ലും ഗ്യാസ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇതിലേക്ക് ഒന്നൊന്ന് പരിഹാരം നമ്മൾ ഉണ്ടാക്കണം. ഇതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ഇന്ന് വന്ന് ഇന്നും ഗ്യാസ് ഇല്ലാന്ന് ചെന്നായിരുന്നു. അല്ലെങ്കിൽ എന്താക്കണം ഇപ്പം ഇതിനാൽ ഇടപെട്ടതിനൊന്നും ശരിയാക്കി തരണം. ഉപഭോക്താക്കളെ ദ്രോഹിക്കുന്ന ഗ്യാസ് ഏജൻസിക്കെതിരെ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഓഫർ പെരുമഴയ്ക്കൊപ്പം ബമ്പർ സമ്മാനങ്ങളുമായി കാസർഗോഡ് നന്ദിലത്ത് ജി മാർട്ടിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ഡേ നൈറ്റ് സെയിൽ. എല്ലാ ഓഫറുകൾക്കും സമ്മാനങ്ങൾക്കും എക്സ്റ്റൻഡ് വാറണ്ടികൾക്കും പുറമെ ഉപഭോക്താക്കൾക്കായി ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ 5 ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകളും ബമ്പർ സമ്മാനമായി ബെൻസ് കാറുമാണ് നൽകുന്നത്. ഗോപു നന്ദിലത്ത് ജി മാർട്ടിൽ ഓഫർ പെരുമഴയുമായി വെള്ളി ശനി ദിവസങ്ങളിൽ ജി മാർട്ട് ഡേ നൈറ്റ് സെയിൽ. കേരളത്തിലെ 54 ഷോറൂമുകളിൽ രാവിലെ 9 മുതൽ രാത്രി 12 വരെയാണ് ഷോപ്പിംഗ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഓണക്കാലത്തെ ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് ഉത്സവമാക്കി മാറ്റുവാൻ ഡിജിറ്റൽ പ്രോഡക്ട്സ്, IT പ്രോഡക്ട്സ്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ 70% വരെ ഡിസ്കൗണ്ടിൽ ഈ ഓണക്കാലത്ത് നന്ദിലത്ത് ജി മാർട്ടിൻ്റെ കേരളമെങ്ങുമുള്ള 54 ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ, സൗണ്ട് ബാറുകൾ തുടങ്ങി എല്ലാവിധ ഡിജിറ്റൽ IT ഉൽപ്പന്നങ്ങൾ, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, AC, വാട്ടർ ഹീറ്റർ, ഗ്രൈൻഡർ, കിച്ചൺ ക്രോക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീടിനാവശ്യമായവയെല്ലാം വൻ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണിത്. ഡേ നൈറ്റ് സെയിലിൽ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 1500 രൂപ വിലയുള്ള ഉറപ്പായ സമ്മാനവും ഡിജിറ്റൽ ഡിവിഷനിൽ റിഡീം ചെയ്യാവുന്ന 500 രൂപയുടെ വൗച്ചറും മറ്റ് നിരവധി ഓഫറുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് ബ്രാഞ്ച് മാനേജർ ഹിതേഷ് പറഞ്ഞു. നന്ദിലത്തിലിപ്പോൾ ഓണം ഓഫർ തുടങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് വരുന്നത് ബെൻസ ഓഫറാണ്. ബെൻസ ഓഫറിൽ നമുക്ക് ഒരാൾക്ക് ഒരു ബെൻസ് കാറും അതുപോലെ തന്നെ അതിനെ സപ്പോർട്ടീവായിട്ട് നമുക്ക് 5 എക്സ്പ്രസോ കാറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ഈ ഓണത്തിൻ്റെ നറുക്കെടുപ്പ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നും നാളെയും നമ്മളിവിടെ ഒരു ഡേ നൈറ്റ് സെയിൽ നടത്തുന്നുണ്ട്. അപ് ടു 9 മണി രാവിലെ മുതൽ രാത്രി 12 മണി വരെ നമ്മളെ ഒരു ഡേ നൈറ്റ് ഓഫറുണ്ട്. അത് ഇന്നും നാളെയാണ്. അപ്പോൾ മാക്സിമം ഓഫേഴ്സ് നമ്മൾ ഈ 2 ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് വേണ്ടി. ഇടനിലക്കാരില്ലാതെ കമ്പനികളിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അധിക മാർജിനും കൂടി ഡിസ്കൗണ്ടുകളായി നൽകുന്നതിലൂടെയാണ് നന്ദിലത്ത് ജി മാർട്ടിന് മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ എല്ലാ പ്രൊഡക്ട്സും ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നത്. കമ്പനികൾ നൽകുന്ന എല്ലാ ഓഫറുകൾക്കും സമ്മാനങ്ങൾക്കും എക്സ്റ്റൻഡ് വാറണ്ടികൾക്കും എല്ലാം പുറമെയാണ് നന്ദിലത്ത് ജി മാർട്ട് ഉപഭോക്താക്കൾക്കായി ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ നൽകുന്നത്. 5 ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകളും ബമ്പർ സമ്മാനമായി ബെൻസ് കാറുമാണ് സമ്മാനമായി നൽകുന്നത്. ബാങ്കുകളും ഫിനാൻസ് കമ്പനികളുമായി ചേർന്ന് ക്യാഷ് ബാക്ക് ഓഫറുകളും 1 EM ബാക്ക് ഓഫറുകളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച സ്പർശം പരിപാടി ശ്രദ്ധേയമായി. അധ്യാപകരുടെ ജോലിയുടെ ഭാഗമായുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള ബോധവൽക്കരണവും ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ S. രാധാകൃഷ്ണന്റെ സ്മരണാർത്ഥം ആഘോഷിക്കുന്ന അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപകരുടെ ജോലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള ബോധവൽക്കരണവും ഉൾപ്പെടുത്തി സ്പർശം പരിപാടി സംഘടിപ്പിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി സെന്റ് തോമസ് കോളേജ് കോന്നിയിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും MES കോളേജ് എരുമേലിയിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹെഡ്മാസ്റ്റർ ഹരിദാസ് KVയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴിയും പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ ജോയൽ ജോഗി, ബെൻ സിബി മാത്യു, അഭിരാമി A, ബേസിൽ പോൾ, ബിയ അന്ന തോമസ്, അലൻ സാജൻ സ്കറിയ എന്നിവർ അധ്യാപകരുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. സ്കൂളിലെ 35ഓളം വരുന്ന അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലും നവയുവക കലാവൃന്ദ ലൈബ്രറി കുളൂരും സംയുക്തമായി അധ്യാപക ദിനം ആചരിച്ചു. പരിപാടിയിൽ മൂടമ്പയിൽ അപ്പത്തിമാറിലെ മുതിർന്ന അധ്യാപകൻ M. ശിവരാമ പതക്കണ്ണായയെ ആദരിച്ചു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലും നവയുവക കലാവൃന്ദ ലൈബ്രറി കുളൂരും സംയുക്തമായി സംഘടിപ്പിച്ച അധ്യാപക ദിന പരിപാടിയിൽ മൂടമ്പയിൽ അപ്പത്തിമാറിലെ മുതിർന്ന അധ്യാപകൻ M. ശിവരാമ പതക്കണ്ണായയെ ആദരിച്ചു.
ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് വി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മീഞ്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയറാം ബല്ലംകുടലു മുഖ്യാതിഥിയായി. ലൈബ്രറി പ്രസിഡന്റ് യോഗീഷ് കെ അധ്യക്ഷത വഹിച്ചു. നവയുവക കലാവൃന്ദ ലൈബ്രറി സെക്രട്ടറി സന്ദീപ് കെ സ്വാഗതം പറഞ്ഞു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി കമലാക്ഷ, പ്രഭാകര ഷെട്ടി, ഉദയകുമാർ ഷെട്ടി, മോനപ്പ പൂജാരി, ഉദയ CH, രവീന്ദ്ര ഭണ്ഡാരി, ഗീത ലവാനന്ദ, ഐറിൻ ജോസഫിൻ, ഹെൻറി ഡിസൂസ എന്നിവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അധ്യാപക ദിന ആഘോഷം വേറിട്ടതാക്കി ബദിയടുക്ക നവജീവന ഹയർ സെക്കൻഡറി സ്കൂൾ. മുഴുവൻ അധ്യാപകരെയും PTA കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. ബദിയടുക്ക നവജീവന ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക ദിനാഘോഷം വേറിട്ടതായി. നമസ്തേ ടീച്ചർ എന്ന പേരിൽ നടത്തിയ ആഘോഷം ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ಅಧ್ಯಾಪಕರು ಯಾವಾಗಲೂ ಕೂಡ ಒಂದು ಅಧ್ಯಾಪಕ, ಕನ್ನಡದಲ್ಲಿ ಶಿಕ್ಷಕರು, ಉಪನ್ಯಾಸಕರು, ಅದೇ ರೀತಿಯಲ್ಲಿ ಆಚಾರ್ಯರು, ಇದೆಲ್ಲ ಕನ್ನಡ ಪದಗಳು. ಅಧ್ಯಾಪಕರು ಸೇವೆಯಲ್ಲಿ ಇರುವಾಗಲೂ ಕೂಡ ಅವರಿಗೆ ಸಮಾಜದಲ್ಲಿ ಗೌರವ, ಸೇವೆಯಿಂದ ನಿವೃತ್ತರಾದರೂ ಕೂಡ ಸಮಾಜದಲ್ಲಿ ಗೌರವಿಸುವಂಥ ಒಂದು ಹುದ್ದೆ ಇದ್ದರೆ ಅದು ಅಧ್ಯಾಪಕರು. PTA പ്രസിഡന്റ് ഷാഫി ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പല അധ്യാപകരും വേണ്ട, ഇങ്ങനൊരു പരിപാടി വേണ്ട, ഞങ്ങൾ ആദരിക്കപ്പെടേണ്ടവരൊന്നും അല്ല എന്ന് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ PTA ഒറ്റക്കെട്ടായി, ഞാൻ ഈ ആശയം പറയുമ്പോൾ ഒരാൾ പോലും എതിർത്തിട്ടില്ല. എല്ലാവരും ആ PTA കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും സമ്മതിക്കുകയായിരുന്നു. നിങ്ങൾ മറ്റൊന്നുമില്ല, നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ല, എങ്കിലും നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണുക, ആ സ്നേഹം പങ്കിടുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ മാധവൻ ഭട്ടതിരി, ഹെഡ് മിസ്ട്രസ് P മിനി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും PTA ഉപഹാരം നൽകി ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് ആനന്ദ കെ മൂവാർ, ചെങ്കള പഞ്ചായത്ത് മെമ്പർ സലീം എടനീർ, ലത്തീഫ് മാർപ്പനടുക്ക, ഹമീദ് കെടഞ്ചി, നാരായണൻ വിദ്യാഗിരി, സുധാകരൻ ബദിയടുക്ക, SMC ചെയർമാൻ ആനന്ദ, MPTA പ്രസിഡന്റ് രേഷ്മ, സരോജിനി, അനിൽകുമാർ, ശരണ്യ, ബേബി ശാലിനി, രാധാകൃഷ്ണ ഭട്ട്, അധ്യാപകരായ ഷാഹിദ BV, VE ഉണ്ണികൃഷ്ണൻ, പ്രഭാകരൻ നായർ, ശശിധരൻ, K പ്രസാദ്, രാജേഷ് P എന്നിവർ സംസാരിച്ചു. 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന നവജീവന സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധ്യാപക ദിനം വിപുലമായി സംഘടിപ്പിച്ച അധ്യാപക രക്ഷാകർതൃ സമിതിയെ പ്രിൻസിപ്പൽ മാധവ ഭട്ടതിരി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സപ്ലൈകോ ജില്ലാതല ഓണം ഫെയർ കാഞ്ഞങ്ങാട് പെട്രോൾ പമ്പിന് സമീപം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ഡിസ്കൗണ്ടോടെയാണ് ഓണം ഫെയറിൽ വിൽപ്പന നടത്തുന്നത്. ദിവസവും പകൽ 2 മുതൽ 4 വരെ പ്രത്യേക ഡിസ്കൗണ്ടിൽ വിൽപ്പന നടത്തും. കുടുംബശ്രീ, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ ഉൽപ്പന്നങ്ങളും മേളയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ അനൂപ് TC സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ M ശോഭന, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ VB ഉണ്ണികൃഷ്ണൻ, ജില്ലാ കൈത്തറി വികസന സമിതി പ്രസിഡന്റ് A അമ്പൂഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സജിത് കുമാർ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ലോക സാക്ഷരതാ ദിനാചരണവും ഹയർ സെക്കൻഡറി തുല്യതാ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും നടന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ലോക സാക്ഷരതാ ദിനാചരണവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി തുല്യതാ വിജയികളെ അനുമോദിക്കലും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷക്കീല ബഷീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി യുജൻ സാക്ഷരതാ പ്രവർത്തകരെ ആദരിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷാ വിജയികളെ ആദരിക്കൽ കാസർഗോഡ് ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ പി എൻ ബാബു നിർവഹിച്ചു. സാക്ഷരതാ മിഷൻ മോണിറ്ററിംഗ് കോർഡിനേറ്റർ ഷാജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, അംഗങ്ങളായ എം ജി പുഷ്പ, എ ദാമോദരൻ, സി പുഷ്പ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷാ വിജയികളായവർ തങ്ങളുടെ അനുഭവങ്ങളും ലക്ഷ്യങ്ങളും വിവരിച്ച് സംസാരിച്ചു. നോഡൽ പ്രേരക് എം ഗീത സ്വാഗതവും പ്രേരക് എം ബാലാമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമ്പലത്തറ സ്നേഹവീടിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 8-ന് സംസ്ഥാന ഭിന്നശേഷി കലാമേള സംഘടിപ്പിക്കും. അഭിന്നം എന്ന പേരിൽ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷി കുട്ടികൾക്കും വേണ്ടി അമ്പലത്തറയിൽ തണൽ വടകരയുടെ സഹകരണത്തോടെ പ്രവർത്തിച്ചുവരുന്ന സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 8-ന് സംസ്ഥാന ഭിന്നശേഷി കലാമേള സംഘടിപ്പിക്കും. അഭിന്നം എന്ന പേരിൽ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്യും. നടനും സംവിധായകനുമായ മധുപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനപ്രതിനിധികളടക്കം വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം കുട്ടികൾ കലാപ്രകടനങ്ങളിൽ പങ്കാളികളാവും. കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന മുഴുവൻ പ്രതിഭകൾക്കും സമ്മാനങ്ങൾ നൽകും. ഭിന്നശേഷിയുടെ പേരിൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യർക്ക് അർഹമായ സ്ഥാനം നൽകണമെന്ന സന്ദേശമാണ് സംഘാടക സമിതി ലക്ഷ്യമിടുന്നത്. സമാപന പരിപാടിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പ്രശംസ നേടിയ ഹൂഫിറ്റ് ഡാൻസ് കമ്പനി നൃത്തം അവതരിപ്പിക്കും. തുടർന്ന് ജനനി അമ്പലത്തറ നാടൻപാട്ടും അരങ്ങേറും. സംഘാടക സമിതി അംഗങ്ങളായ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, രാജേഷ് കറിയ, തേജ സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദര സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി അജാനൂർ ഫിഷറീസ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദര സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ V മോഹനൻ, സീനിയർ അധ്യാപിക C സുലേഖ, സ്റ്റാഫ് സെക്രട്ടറി MV ഷീന, SRG കൺവീനർ K രഞ്ജിനി, PV നൈന, K സജിത, K സന്ധ്യ, M സൗമ്യ, K വിസ്മയ, M ജയശ്രീ, KS ഷീബ, K അനിത, AR അർച്ചന, KV സ്നേഹ എന്നിവരെയാണ് ആദരിച്ചത്. നഗരസഭാ അധ്യക്ഷ KV സുജാത ടീച്ചറെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ട്രഷറർ A ഹമീദ് ഹാജി ആദരഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് ഐക്കാട് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജാഫർ പാലായി, മദർ PTA പ്രസിഡന്റ് രമ്യ സുനിൽ, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, വികസന സമിതി ചെയർമാൻ K രാജൻ, കൺവീനർ AP രാജൻ, P കുഞ്ഞബ്ദുള്ള ഹാജി, അഹമ്മദ് കിർമാണി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി രാജേഷ് കാറ്റാടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുമാ രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണാഘോഷം കെങ്കേമമാക്കാൻ കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. സ്റ്റിച്ചേഴ്സ് ഗ്രൂം സ്റ്റുഡിയോയുടെ ലോഞ്ചിംഗ് നടന്നു. ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ലോഞ്ചിംഗ് നിർവഹിച്ചു. എല്ലാ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും കാഞ്ഞങ്ങാടിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാറുള്ള ഉപഭോക്താക്കളുടെ പ്രിയ സ്ഥാപനമാണ് ശോഭിക വെഡ്ഡിംഗ്സ്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ ശോഭിക വെഡ്ഡിംഗ്സ് അവതരിപ്പിക്കുന്ന സ്റ്റിച്ചേഴ്സ് ഗ്രൂം സ്റ്റുഡിയോ ബിഗ്മാൾ ഫസ്റ്റ് ഫ്ലോറിൽ സോഫ്റ്റ് ലോഞ്ചിംഗ് ചെയ്തു. ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ലോഞ്ചിംഗ് നിർവഹിച്ചു. പരിപാടിയിൽ ശോഭിക ഡയറക്ടർ ഇർഷാദ് ഫജർ, ശോഭിക ഷോറൂം മാനേജർ മൻസൂർ എന്നിവർ പങ്കെടുത്തു. പുരുഷന്മാരുടെ വസ്ത്രരംഗത്ത് ഒരു വലിയ മാറ്റമാണ് സ്റ്റിച്ചേഴ്സ് ഗ്രൂം സ്റ്റുഡിയോ കാഴ്ചവെക്കാനൊരുങ്ങുന്നത്. വിവാഹങ്ങൾക്കും മറ്റാഘോഷങ്ങൾക്കും ഉപഭോക്താക്കളുടെ ആഗ്രഹത്തിനൊത്ത മികച്ച വസ്ത്രങ്ങൾ തയ്പ്പിച്ചെടുക്കാം. മികച്ചതിലും മികച്ചതായി ഒരുങ്ങാൻ ശോഭിക വെഡ്ഡിംഗ്സ് ഉപഭോക്താക്കൾക്കൊപ്പം ചേരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെ പ്രക്ഷോഭം ശക്തം. സംയുക്ത ജനകീയ കൂട്ടായ്മ ചെർക്കളയിൽ നടത്തിയ ബഹുജന സമര സംഗമത്തിൽ വൻ പ്രതിഷേധമുയർന്നു. കാസർഗോഡ് കീഴൂർ കടപ്പുറത്ത് നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ മുഹമ്മദ് റിയാസിനായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ് വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികൾ അറസ്റ്റിൽ.
കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബറിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടിക്കുളം പള്ളിക്കര മിനി ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കാവശ്യമായ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് കാസർകോട്ടെ ലക്ഷ്മീശ ആചാര്യ. തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത 25ഓളം വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ബസ് ഡ്രൈവറെ അകാരണമായി പുറത്താക്കിയതിനെതിരെ മാതാവിനെ കൂട്ടി ഉപവാസ സമരവുമായി യുവാവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.